പുസ്തകം എഴുതാൻ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഫ്രണ്ട്സ് എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഒരു വഴിക്ക് പോയിട്ട് വരാം. അത് ട്രെയിനിൽ ഒരു പിച്ചൊക്കെ ആവാം. അങ്ങനെ നമ്മൾ ലുബ്ലാനയിലെത്തി. നമ്മളൊന്ന് പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ വെറുതെ റെസ്റ്റോറൻ്റ് അല്ല, അത് ഞാൻ കാണിക്കാം. ഇത് ലുബ്ലാനയിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു ഡേറ്റിനോ ഒരു ആനിവേഴ്സറിക്കോ ഇനി അതല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ എന്ത് വേണമെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ലൊക്കേഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒത്തിരി നാളായിട്ട് ഞങ്ങളങ്ങനെ പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് കുറേ നാൾ കൂടിയിട്ട് ഒരു ലഞ്ച് പുറത്തൊന്നും ആവാമെന്ന് കരുതി പോയതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ടേബിളും റിസർവ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കോക്ടെയിലും ലാറ്റയും വെച്ച് അവിടെ നിന്ന് അവസാനിപ്പിച്ചു. ഓർഡർ ചെയ്ത 2 ഡ്രിങ്ക്സും മോശം പറയാനൊന്നുമില്ല കേട്ടോ. ബട്ട് അതിനേക്കാളും കിടിലൻ അവിടുത്തെ ആംബിയൻസ് ആണ്. ഒരു ഇഞ്ച് പോലും സ്പേസ് ഇല്ലാതെ ഫുള്ളായിട്ട് ഫ്ലവർ കൊണ്ട് ഇങ്ങനെ തിക്കായിട്ടുള്ള വാളും അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്ന ട്രീസ് ഉള്ള സീലിങ്സ്. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്കൊരു നല്ല ഫോട്ടോ എന്തായാലും കിട്ടും. നൈറ്റ് ടൈം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉള്ളിൽ ചെയ്തിരുന്ന ലൈറ്റൊക്കെ കാണായിരുന്നു എന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല, നല്ല മഴ ചതിച്ചൊരു പുട്ട ദിവസമായിരുന്നു. ഫുൾ മഴയായിരുന്നു. ആ വൈബൊന്നും എൻജോയ് ചെയ്യാനുള്ള ഒരു മൈൻഡില്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഫുഡ് കഴിച്ച് ബസ്സോ ട്രെയിനോ പിടിച്ച് വീട്ടിൽ ചെന്ന് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ശുഭം മൈൻഡ് ഫുൾ നെഗറ്റീവ് അടിച്ചു. സ്പോട്ടിൽ ഞങ്ങൾ അവിടെ നിന്ന് കാറ് വിളിച്ച് വീട്ടിൽ പോയി. അപ്പം അത്രേ ഉള്ളൂ. ബൈ.